ബന്ദറിൽ നിന്നും ബോട്ടിൽ കടന്ന് പെങ്കരെ ബോട്ട് ജെട്ടിയിൽ ഞങ്ങൾ ഇറങ്ങി. ഇനി ഇവിടെ നിന്നും തണ്ണീർഭാവി ബീച്ചിലേക്കാണ് ഞങ്ങൾക്ക് പോവേണ്ടത്. മംഗലാപുരത്തെ 2 പ്രധാനപ്പെട്ട ബീച്ചുകളാണ് പനമ്പൂർ ബീച്ചും അതുപോലെ തണ്ണീർഭാവി ബീച്ചും. ഇവിടെ ഇറങ്ങിയപ്പോൾ തൊട്ടടുത്ത് തന്നെ ശിവജി മഹാരാജാവിൻ്റെ ഒരു കൂറ്റൻ പ്രതിമ ഉണ്ടായിരുന്നു, ഈ ജെട്ടിയോട് ചേർന്ന് തന്നെ. ജെട്ടിയിൽ നിന്ന് ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് തണ്ണീർഭാവി ബീച്ചിലേക്ക് യാത്ര തുടരുകയാണ്. പോകുന്ന വഴിയിലെ കാഴ്ചകളാണിത്. ഇവിടെ ധാരാളം മയിലുകളെ കാണാൻ പറ്റും. ബീച്ചിനടുത്തേക്കുള്ള വഴിയിലാണ്, റോഡരികിലാണ് ഈ മയിൽക്കൂട്ടങ്ങൾ ഇങ്ങനെ കാണപ്പെടുന്നത്. ഈ ബോട്ട് ജെട്ടിയിൽ നിന്നും തണ്ണീർഭാവി ബീച്ചിലേക്ക് ഏകദേശം 3 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങി. ബീച്ചിലെ ഇൻഫർമേഷൻ ബോർഡാണ്. ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത ബ്ലൂ ഫ്ലാഗ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിച്ച ബീച്ചാണ്. ഇവിടെ കർശനമായ ചില നിബന്ധനകൾ പാലിക്കണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നും ഉള്ള കാര്യങ്ങൾ അവിടെ എഴുതി വച്ചിട്ടുണ്ട്. മംഗലാപുരത്തു നിന്ന് ഏകദേശം 10 കിലോമീറ്ററാണ് ഇവിടത്തേക്കുള്ള ദൂരം. ബോട്ട് കയറി ജെട്ടിയിലിറങ്ങി വരാം, അതുകൂടാതെ റോഡ് മാർഗവും വരാം. 2 ഭാഗത്തു കൂടി വരാവുന്നതാണ്. ഞങ്ങൾ കൗണ്ടറിലേക്കുള്ള യാത്രയിലാണ്. നമുക്ക് കാണാം, വളരെ വൃത്തിയും വെടിപ്പും ശുചിത്വവുമുള്ള ഒരു ബീച്ചാണ്. ഇവിടെ ചെറിയ ഷോപ്പുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ടിക്കറ്റ് 30 രൂപയാണ്. കവാടം കടന്ന് ഞങ്ങൾ ബീച്ചിലേക്ക് പ്രവേശിക്കുകയാണ്. നല്ല മഴക്കാറുള്ളതും മഴ ഇടയ്ക്കിടെ പെയ്തുകൊണ്ടിരിക്കുന്നതുമായ ഒരു ദിവസമാണ് ഞങ്ങളിവിടെ പോയത്. തണ്ണീർഭാവി ബീച്ചിൻ്റെ കാഴ്ചയാണിത്. റെഡ് അലർട്ട് നിലനിൽക്കുന്ന ഒരു സമയമായതിനാൽ കടലിലേക്ക് ഇറങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ വടം കെട്ടി അങ്ങോട്ടേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട്. ഇവിടെ സദാസമയവും ലൈഫ് ഗാർഡിൻ്റെ സേവനം ലഭ്യമാണ്. വെളുത്ത നിറമുള്ള പഞ്ചാര മണൽ പരപ്പാണ്. വളരെ വിശാലമായ ഒരു ബീച്ചാണ്. വലിയ ആഴമില്ലാതെ, വലിയ തിരമാലകളില്ലാതെ ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന ഒരു ബീച്ചാണ് തണ്ണീർഭാവി ബീച്ച്. ഇതിൻ്റെ ഈ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ 13 ബീച്ചുകൾക്ക് മാത്രമേ ഇതുവരെ ലഭിച്ചിട്ടുള്ളൂ. അവിടുത്തെ പരിസ്ഥിതി സംരക്ഷണവും ശുചിത്വവും അതുപോലെ അവിടെ എത്തുന്ന യാത്രികർക്കുള്ള സുരക്ഷയുമൊക്കെ ഈ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് കാരണമാണ്. 15 കോടി ചെലവിലാണ് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്ത കാലത്ത് പൂർത്തീകരിച്ചത്. കണ്ടില്ലേ, കടലിലേക്ക് ഇറങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വളരെ കുറവാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ ട്രീ പാർക്കാണ്. കാറ്റാടി മരങ്ങൾക്ക് അപ്പുറത്ത് വിശാലമായ ഒരു ട്രീ പാർക്കുണ്ട്. വിവിധ ഔഷധ സസ്യങ്ങളും മറ്റു മരങ്ങളും ഒക്കെ നട്ടു വളർത്തിയാണ്. 15 ഹെക്ടർ വിസ്തീർണത്തിലാണ് ഈ ട്രീ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇരിക്കാനുള്ള ബെഞ്ചുകൾ അതുപോലെ കുടകൾ ഒക്കെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. വലിയ തിരകളും ഒന്നും അടിക്കുന്നില്ല. ഇവിടുത്തെ ശുചിത്വം വളരെ പ്രശസ്തമാണ്. കാട് കയറിയതും അതുപോലെ ചപ്പുചവറുകൾ പ്ലാസ്റ്റിക്കുകളൊക്കെ അവിടുന്ന് അടിച്ചു വാരി വൃത്തിയാക്കി നീക്കം ചെയ്യുകയാണ് അവിടുത്തെ ജോലിക്കാർ.